വെൽക്കം, തെഹ്മനാണ്. പത്തഫിസിയോളജിയിൽ നമ്മൾ ഈ വീഡിയോ സെൽ അഡാപ്റ്റേഷൻസിനെ കുറിച്ചിട്ടാണ് പറയാം. സോ നമ്മൾ പറയുന്നത് എന്താണ് സെല്ലിന്റെ ജനറൽ നേച്ചർ. സോ ജനറൽ നേച്ചർ ഓഫ് ദ സെൽസ് നമ്മളൊന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് സെല്ലിന് അഡാപ്റ്റേഷൻസ് വേണ്ടി വരും എന്ന് പറയും. ഡെഫിനിഷൻ അത് നമുക്ക് പറയണം. ഡെഫിനിഷൻ ഓഫ് അഡാപ്റ്റേഷൻ എന്ന് പറയണം. ദെൻ വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അഡാപ്റ്റേഷൻസ്. ഓരോ തരം അഡാപ്റ്റേഷൻസ്, ഹൈപ്പർട്രോഫി, ഹൈപ്പർപ്ലേസിയ, ട്രോഫി, മെറ്റാപ്ലേസിയ, ഡിസ്പ്ലേസിയ. സോ ഇതിനെ കുറിച്ചിട്ട് പരീക്ഷയ്ക്ക് എന്തെല്ലാം പോയിന്റ്സുകളാണ് എഴുതേണ്ടത് എന്നുള്ള കാര്യം നമ്മൾ പറയും. ദെൻ വെരി ഇമ്പോർട്ടന്റ് ഈസ് എക്സാമ്പിൾസ്. അപ്പോൾ എക്സാമ്പിൾസ് നമ്മൾ വെറുതെ പേര് മാത്രം പറഞ്ഞു പോകാതെ ഒന്ന് ഡിസ്കസ് ചെയ്തു പോകും. സോ ഇതാണ് നമ്മുടെ ഈ വീഡിയോയുടെ ഒരു ഔട്ട്ലൈൻ. അഡാപ്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ സെല്ലുകളാണ്. സോ നമ്മുടെ സെല്ലുകളുടെ നേച്ചർ പറയുകയാണെങ്കിൽ ബേസിക്കലി നമുക്ക് 3 തരം സെല്ലുകളുണ്ട്. ആദ്യത്തേത് നമ്മൾ വിളിക്കുക ലബൈൽ സെൽസ് ആണ്. ലബൈൽ മീൻസ് ദേ ആർ ലബൈൽ ഫോർ ഡിവിഷൻ, കണ്ടിന്യൂസ്ലി ഡിവൈഡിങ് സെൽ. സോ ഇവയ്ക്ക് തുടർച്ചയായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന തരം സെൽസ് ആണ്. നമ്മുടെ ഇൻറ്റെസ്റ്റൈനൽ മ്യൂക്കോസൽ ലൈനിങ് സെൽസ് അല്ലെങ്കിൽ വജൈനൽ സെൽ, സെർവിക്കൽ, അവിടേക്കുള്ള ഇൻറ്റെസ്റ്റൈനൽ ലൈനിങ്, ആ ലൈനിങ് സെൽസ് എല്ലാം, എപ്പിത്തീലിയൽ സെൽസ് എല്ലാം ഡിവൈഡ് ചെയ്യും. ദെൻ ഹിമോപോയിറ്റിക് സെൽസ്, ബോൺ മാരോ സെൽസ് അല്ലെ, ദെൻ സെൽസ് ഓഫ് സ്കിൻ, ഇവയെല്ലാം കണ്ടിന്യൂസ്ലി ഡിവൈഡിങ് സെൽസ് ആണ്. രണ്ടാമത്തത് ദീസ് ആർ ക്വയസന്റ് ഓർ സ്റ്റേബിൾ സെൽസ്. സോ രണ്ടാമത്തത് സ്റ്റേബിൾ സെൽസ് ആണ്, അല്ലെങ്കിൽ നമ്മളവ ക്വയസന്റ് സെൽസ് എന്ന് വിളിക്കും. അഡൽട്ട് സ്റ്റേജ് വരെ ഇവർ ഡിവൈഡിങ് ആയിരുന്നു. ദെൻ അതിനുശേഷം പിന്നെ ഇവർ ഡിവൈഡ് ചെയ്യും. ഇവർക്ക് വേണമെങ്കിൽ ഡിവൈഡ് ചെയ്യാം. ദേ ആർ ഏബിൾ ടു ഡിവൈഡ്. സെൽ സൈക്കിളിന് G0 ഫേസിൽ നിന്ന് G1 ഫേസിലേക്ക് ഇവയ്ക്ക് വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ മാത്രം. ഇനി ഇഞ്ചുറി ഉണ്ടായാൽ മാത്രം ഇവയ്ക്ക് വേണമെങ്കിൽ ഡിവൈഡ് ചെയ്യാം. ഉദാഹരണം കിഡ്നിയിലെ റീനൽ സെൽസ്, ലിവർ സെൽസ്, പാങ്ക്രിയാറ്റിക് സെൽസ്. സോ അപ്പോൾ ഡിവിഷൻ, ഇഞ്ചുറി വന്നാൽ മാത്രമാണ് കേപ്പബിലിറ്റി ടു ഡിവൈഡ് ചെയ്യത്തുള്ളൂ. സോ ദീസ് ആർ സ്റ്റേബിൾ സെൽസ്. ആൻഡ് മൂന്നാമത്തത് പെർമനന്റ് സെൽസ്. പെർമനന്റ് സെൽസ് എന്ന് പറയുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ നമുക്ക് ടെർമിനൽ സെൽസ് എന്ന് വിളിക്കാം. ഇവ നമ്മൾ ജനിച്ച ഉടനെ അല്ലെങ്കിൽ ആഫ്റ്റർ ബർത്ത്, പോസ്റ്റ്നേറ്റലി, നോട്ട് ഡിവൈഡ് അറ്റ് ഓൾ. പിന്നീട് അവ ഡിവൈഡ് ചെയ്യുന്നില്ല. വൺസ് മെച്ചുർ ചെയ്തതിനു ശേഷം പിന്നെ അവ ഡിവൈഡ് ചെയ്യുന്നു. എന്തെങ്കിലും ഇഞ്ചുറി വന്നാലോ ആ ഇഞ്ചുറി വിൽ ബി പെർമനന്റ് ആയിരിക്കും. സോ സെൽസ് ആർ പെർമനന്റ് ആൻഡ് ഇഞ്ചുറി വിൽ ബി പെർമനന്റ്. ഇറിവേഴ്സിബിൾ ഇഞ്ചുറി ആയിരിക്കും ഫലം. ബിക്കോസ് ദി സെൽസ് ആർ ഔട്ട് ഓഫ് സെൽ സൈക്കിൾ. ഏതൊക്കെയാണ്? നെർവ്സ്, അങ്ങനെയുള്ള സെൽസ് ആണ്. നമ്മുടെ ഹൃദയത്തിലെ കാർഡിയോ, മയോസൈറ്റ്സ് എല്ലാം ഇങ്ങനെയുള്ള സെൽസ്. സോ ഇതാണ് നമ്മുടെ 3 തരം സെൽസ്. നമ്മുടെ എല്ലാ സെൽസും നോർമൽ കണ്ടീഷൻസ്, ഹോമിയോസ്റ്റാസിസ് മെയിൻറ്റെയിൻ ചെയ്യും. സോ സെൽസ് ഇങ്ങനെ കൃത്യമായിട്ട് അവയുടെ സംഭവങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തു വേണം. പക്ഷേ സം സ്ട്രെസ്, ചില സ്ട്രെസ്സുകൾ ഈ സെൽസിന് വന്നാൽ, ദിസ് ക്യാൻ ബി ഫിസിയോളജിക്കൽ സ്ട്രെസ് ആകാം, ഫിസിയോളജിക്കൽ ഓർ പാത്തോളജിക്കൽ. ഫിസിയോളജിക്കൽ എന്ന് പറയുമ്പോൾ പ്രഗ്നൻസി, മെൻസ്ട്രേഷൻ, ലാക്ടേഷൻ ഒക്കെ ഫിസിയോളജിക്കൽ സ്ട്രെസ് ആണ്. പാത്തോളജിക്കൽ എന്ന് പറയുമ്പോൾ ഡിസീസസ്, അസുഖങ്ങളാണ്. സോ ഈ സ്ട്രെസ്സിനെ ഓവർകം ചെയ്യാൻ, സോ ദേ മേ ചേഞ്ച് ദർ സ്ട്രക്ചർ. സ്ട്രക്ചറൽ ചേഞ്ചസ് ഉണ്ടാകും ഓർ ഫങ്ഷണൽ ചേഞ്ചസ് ഉണ്ടാകാം. എന്തിനു വേണ്ടിയിട്ടാണ്? ടു വിത്ത്സ്റ്റാൻഡ്, ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ, ഫോർ ദർ സർവൈവൽ, സെല്ല് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് ഇതിനെ, ഈ ഇങ്ങനെയുള്ള ചേഞ്ചസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? അഡാപ്റ്റീവ് ചേഞ്ചസ്. നമ്മൾ വിവരിക്കുന്നത് ഇതാണ്, സെൽ അഡാപ്റ്റേഷൻസ് എന്ന് പറയും. സപ്പോസ് ദ സ്ട്രെസ് ഈസ് കണ്ടിന്യൂയിങ്, സ്ട്രെസ് ഇങ്ങനെ കൂടുതൽ വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് വിചാരിക്കുക. അറ്റ് എ സർട്ടൻ പോയിന്റ്, ഒരു പെർട്ടിക്കുലർ പോയിന്റ് കഴിയുമ്പോൾ ദർ ഈസ് പോയിന്റ് ഓഫ് നോ റിട്ടേൺ എന്ന് പറയുന്ന പോയിന്റ് ഓഫ് നോ റിട്ടേൺ, തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിൽ ചേഞ്ചസ് നടക്കുകയാണെങ്കിൽ ദാറ്റ് ചേഞ്ചസ് ആർ ഇറിവേഴ്സിബിൾ ചേഞ്ചസ്. ഇറിവേഴ്സിബിൾ സെൽ ചേഞ്ചസ് ലീഡ്സ് ടു അപ്പോപ്റ്റോസിസ് അല്ലെങ്കിൽ നെക്രോസിസ്. അങ്ങനെയൊക്കെ വന്നിട്ട് സെൽ ഡാമേജ് ഓർ സെൽ ഡെത്തിലേക്ക് പോകും. സോ നമ്മൾ പറയുന്നതെല്ലാം ഈ പോയിന്റ് ഓഫ് നോ റിട്ടേണിന് മുമ്പിൽ നടക്കുന്ന കാര്യങ്ങളാണ്, മുന്നിലുള്ള കാര്യങ്ങളാണ്. സോ ഓൾ ചേഞ്ചസ്, ഞാൻ ഈ പറയുന്ന ഹൈപ്പർട്രോഫി, ഹൈപ്പർപ്ലേസിയ, ട്രോഫി, മെറ്റാപ്ലേസിയ എല്ലാം, ദീസ് ഓൾ ആർ റിവേഴ്സിബിൾ ഇൻ നേച്ചർ എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് പോയിന്റ്. റിവേഴ്സിബിൾ ഇൻ നേച്ചർ. ഓക്കെ, എക്സെപ്റ്റ് വൺ, ഡിസ്പ്ലേസിയ നമുക്ക് അത്രയും പറയാൻ പറ്റില്ല. സോ അപ്പോൾ നമുക്ക് ആദ്യം ഡെഫിനിഷൻ, സെൽ അഡാപ്റ്റേഷൻസിനെ ഒന്ന് ഡിഫൈൻ ചെയ്യാം. നമുക്ക് സെൽ അഡാപ്റ്റേഷൻസ് ഒന്ന് ഡിഫൈൻ ചെയ്യാം. ഡെഫിനിഷൻ ഞാൻ റോബിൻസ് എന്നാണ് എടുത്തിരിക്കുന്നത്, ബൈ റോബിൻസ്. സോ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് പറയാം. സോ സെൽ അഡാപ്റ്റേഷൻസ് ആർ 1, ഇറ്റ് ഈസ് റിവേഴ്സിബിൾ എന്നുള്ളതാണ്. റിവേഴ്സിബിൾ മീൻസ് വൺസ് ദ സ്ട്രെസ് ഈസ് ഓവർ, സെൽ ക്യാൻ കം ബാക്ക്. സ്ട്രെസ് തീർന്നു കഴിഞ്ഞാൽ, ഇപ്പൊ സ്ട്രെസ് ഉണ്ടായിരുന്നു, ഇതില്ല, ക്യാൻ കം ബാക്ക് ടു ദ നോർമൽ ഓർ ഒറിജിനൽ സ്റ്റേറ്റ്. രണ്ടാമത്തത് റിവേഴ്സിബിൾ ഫങ്ഷണൽ ആൻഡ് സ്ട്രക്ചറൽ ചേഞ്ചസ്. 2 തരം ചേഞ്ചസ് ഉണ്ടാകും. ദിസ് റിവേഴ്സിബിൾ ചേഞ്ചസ് ക്യാൻ ബി ഇൻ ദർ ഫങ്ഷൻ ഓർ ഇൻ ദർ വെരി സ്ട്രക്ചർ ഓഫ് ദ സെൽ. സെല്ലിന്റെ വെരി സ്ട്രക്ചറിൽ തന്നെ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. സോ എന്തുകൊണ്ടാണ് ഇത് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് മൂന്നാമത്തത്. ടു ഫിസിയോളജിക്കൽ, ക്യാൻ ബി ടു ഫിസിയോളജിക്കൽ സ്ട്രെസ് ആയിരിക്കാം ഓർ ടു പാത്തോളജിക്കൽ സ്ട്രെസ് ആയിരിക്കാം. 2 തരം സ്ട്രെസ് ആയാലും ദിസ് ക്യാൻ ചേഞ്ച് ദ സെൽ. അപ്പോൾ എന്ത് സംഭവിക്കുമെന്നുള്ളതാണ് നാലാമത്തെ പോയിന്റ്. എന്ന് വെച്ചാൽ ഡ്യൂറിങ് വിച്ച്, ഈ സമയത്ത് ന്യൂ, പുതിയത്, ബട്ട് ഓൾട്ടേർഡ്, പുതിയത് ഓൾട്ടേർഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡി സ്റ്റേറ്റിലേക്ക്
സെൽ എത്തും. ആർ അച്ചീവ്ഡ് എന്നാണ് എഴുതിയിരിക്കുന്നത്. സോ സെല്ലിനൊരു മാറ്റം വന്ന് പുതിയ രീതിയുമായി ശീലിച്ച് തുടങ്ങുന്നു. അപ്പോൾ അതുകൊണ്ട് എന്താണ് സെല്ലിന് ഗുണം? സെല്ലിന്റെ ഗുണം അതാണ് 5ാമത്തെ പോയിന്റ്. അലൗ ദ സെൽ ടു സർവൈവ്. സെല്ലിന് സർവൈവ് ചെയ്യാൻ പറ്റും. ആൻഡ് കണ്ടിന്യൂ ഫങ്ഷൻസ് തുടരാൻ പറ്റും. കണ്ടിന്യൂ ഇറ്റ്സ് ഫങ്ഷൻ. സോ ഇതാണ് 5 പോയിന്റ്സ് ഇൻ റോബ്സ്. സോ നമ്മളിതൊന്ന് ഒരുമിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഡെഫിനിഷൻ ഇതാണ്. ദ ഡെഫിനിഷൻ ഈസ് ദാറ്റ് ദ സെല്ലുലാർ അഡാപ്റ്റേഷൻസ് ആർ റിവേഴ്സിബിൾ, ഫങ്ഷണൽ ആൻഡ് സ്ട്രക്ചറൽ റെസ്പോൺസസ് കൂടി ചേർത്തേക്കാം ടു ഫിസിയോളജിക്കൽ ആൻഡ് pathological stress during which new but altered steady states are achieved and allow the cell to survive and continue to function. So Robin's definition. അപ്പോൾ നമുക്ക് പറയേണ്ടത് 5 തരം സെല്ലുലാർ അഡാപ്റ്റേഷൻസ് പറയണം. വൺ ഈസ് ഹൈപ്പർട്രോഫി പറയണം, ഹൈപ്പർപ്ലേസിയ പറയണം, മെട്രോഫി പറയണം, മെറ്റപ്ലേസിയ പറയണം. ആൻഡ് ഇതെല്ലാം റിവേഴ്സിബിൾ ആണ്. ആൻഡ് ദിസ് ഡിസ്പ്ലേസിയ നമ്മൾക്ക് ഈ ഗണത്തിൽപ്പെടുത്താൻ പറ്റില്ല. ഇതൊരു പ്രീ ക്യാൻസറസ് സ്റ്റേറ്റ്. അപ്പോൾ നമുക്ക് ആദ്യം ഹൈപ്പർപ്ലേസിയയെ കുറിച്ച് പറയാം. ഹൈപ്പർപ്ലേസിയയാണെന്ന് നമ്മൾ പറയും. സോ ഇവിടെ സെൽസിന്റെ നമ്പർ കൂടുന്നു. സെൽസിന്റെ നമ്പർ ആണ് കൂടുന്നത്, സൈസ് വർധന ഇല്ല. ദർ ഈസ് നോ ചേഞ്ച് ഇൻ സൈസ്. സൈസ് പഴയ തന്നെയാണ്, മാറ്റമില്ല. സെൽസിന്റെ നമ്പർ കൂടുമ്പോൾ എന്ത് സംഭവിക്കും? ഓർഗൻ, ഇപ്പൊ ഇത് ലങ് ആണെന്ന് വെറുതെ. അപ്പോൾ സെൽസിന്റെ നമ്പർ കൂടുമ്പോൾ ദിസ് വിൽ ബിക്കം ബിഗ്. ഓർഗൻ വലുതാകും. സോ അപ്പൊ ഡെഫിനിഷൻ ഹൈപ്പർപ്ലേസിയ ഈസ് ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് സെൽസ് ബ്രാക്കറ്റിലെ നോട്ട് ദയർ സൈസ്. സൈസ് കൂടുന്നില്ല എന്ന് കൂടി എഴുതുക. ആൻഡ് ദിസ് റിസൾട്ട്സ് ഇൻ enlargement of organ or tissue വലുതാകുന്നു എന്നുള്ളതാണ്. സോ ഇതാണ് എൻ്റെ ഡെഫിനിഷൻ. ഫസ്റ്റ് പോയിന്റ് അപ്പോൾ ഇതാണ്. രണ്ടാമത്തെ പോയിന്റ് ഏതെല്ലാം സെൽസിൽ ഇത് നടക്കും എന്ന് ചോദിച്ചാൽ ദിസ് ക്യാൻ ഹാപ്പൻ ഇൻ ലബൈൽ സെൽസിൽ നടക്കും ആൻഡ് ഓൾസോ ഇൻ സ്റ്റേബിൾ സെൽസ്. ഏത് സെൽസിൽ നടക്കില്ല എന്ന് വെച്ചാൽ പെർമനന്റ് സെൽസിൽ നടക്കില്ല എന്നുള്ളതാണ്. സോ കനോട്ട് ഹാപ്പൻ ബിക്കോസ് അത് സെൽ ഡിവിഷന് പുറത്താണ്, നമ്പറാണ് കൂടുക. ആൻഡ് മൂന്നാമത്തെ പോയിന്റ്, പലപ്പോഴും ദിസ് ഹൈപ്പർപ്ലേസിയയ്ക്ക് ഒപ്പം ഹൈപ്പർട്രോഫി കൂടെ കണ്ടേക്കാം. സോ സീൻ ടുഗദർ ഓർ അലോൺ. ഒറ്റയ്ക്ക് ഉണ്ടാകാം, ഒറ്റയ്ക്ക് അല്ലെങ്കിൽ രണ്ടിനും ഒരുമിച്ച് വരും. നാലാമത്തെ പോയിന്റ്, ഒരു പടം നമ്മൾ വരയ്ക്കണം. അതാണ് നോർമൽ സെൽസ് ഇങ്ങനെ അങ്ങോട്ട് വരയ്ക്കുന്നു. ഓക്കെ, ഇതേ സൈസിലൊന്നും വ്യത്യാസമില്ലാത്ത കുറെ സെല്ലുകൾ നമ്മൾ അങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ദിസ് ഈസ് ഹൈപ്പർപ്ലേസിയ. ഓക്കെ, സെൽസ് ഞാൻ വരയ്ക്കുന്നു. ഇത് ഹൈപ്പർപ്ലേസിയയുടെ പടമായി. ഇനി അഞ്ചാമത്തെ പോയിന്റ്, എന്താണ് മെക്കാനിസം? വാട്ട് മെക്കാനിസം ഡ്രൈവ്സ് ദിസ് എന്ന് വെച്ചാൽ ഇവിടെ സെല്ലിനകത്ത് ഗ്രോത്ത് ഫാക്ടേഴ്സ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. പ്രൊപ്പോർഷണലി ഗ്രോത്ത് ഫാക്ടർ റിസപ്റ്റർ ഓൾസോ വിൽ ഇൻക്രീസ്. അതിന്റെയും വർധനയുണ്ട്. സോ സെൽസ് അപ്പോൾ ഡിവൈഡ് ചെയ്യും. സോ ദീസ് വിൽ കണ്ടിന്യൂസ്ലി ഡിവൈഡ് മൈറ്റോട്ടിക് ഡിവിഷൻ. സോ മൈറ്റോസിസ് കൂടുതലായിട്ട് നടക്കും, എണ്ണം കൂടുന്നു. ആൻഡ് ഹൈപ്പർപ്ലേസിയ 2 കാരണങ്ങൾ കൊണ്ടുണ്ടാകാം. ഒന്ന് ഫിസിയോളജിക്കലാണ്, ഫിസിയോളജിക്കൽ ഹൈപ്പർപ്ലേസിയ ഉണ്ടാകാം. രണ്ടാമത്തെ പാത്തോളജിക്കൽ ഹൈപ്പർപ്ലേസിയ. ഫിസിയോളജിക്കൽ പ്രധാനപ്പെട്ട കാരണം എന്താണ്? ഹോർമോൺസ് മൂലമാണ്. ഹോർമോണലാണ് പ്രധാന, ഹോർമോണിന്റെ സ്വാധീനമാണ്. ഹൈപ്പർപ്ലേസിയ ഫീമെയിൽ ബ്രസ്റ്റ് ഹൈപ്പർപ്ലേസിയ 3 സമയത്ത് വരാം. ഒന്ന് പ്യൂബർട്ടി സമയത്ത് വരാം, ദെൻ പ്രഗ്നൻസി സമയത്ത് വരാം, ലാക്ടേഷൻ മുലയൂട്ടുന്ന സമയത്തും വരാം. ആൻഡ് ഇവിടെ ഹൈപ്പർപ്ലേസിയം ഉണ്ട്, നമ്മൾ പറയുന്ന ഹൈപ്പർപ്ലേസിയം ഉണ്ട്, ആൻഡ് ഓൾസോ ഹൈപ്പർട്രോഫി കൂടിയുണ്ട് എന്ന് മനസ്സിലാക്കുക. പക്ഷെ ഇവിടെ ഹൈപ്പർപ്ലേസിയയാണ് കൂടുതൽ, അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. ഇനി ഒരു ആർത്തവശേഷം ഇന്നർ ലൈനിങ് ഓഫ് യൂട്രസിന്റെ ഇന്നർ ലൈനിങ്, ഏറ്റവും അകത്തുള്ള ലൈനിങ്ങിനെ നമ്മൾ എൻഡോമെട്രിയം എന്നാണ് പറയുക. ആൻഡ് എൻഡോമെട്രിയം അത് വീണ്ടും പ്രൊലിഫറേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ, അതും ബിക്കോസ് ഓഫ് ഹൈപ്പർപ്ലേസിയ. ഇനി മറ്റൊരു സംഭവം പറയാൻ മതി, ഇതിനകത്ത് വരുന്നതല്ല, ഹൈപ്പർട്രോഫിയിൽ വരുന്നതാണ് കൂടുതലായിട്ട്. ഇൻ പ്യൂബർട്ടിയിലും ഗർഭിണികളായ അവരിലൊക്കെ യൂട്ടറസ് വലുതാവുന്നുണ്ടല്ലോ, യൂട്ടറസ് വിൽ ബിക്കം ബിഗ്. സൈസ് കൂടുമ്പോൾ എൻലാർജ്മെന്റ് ഓഫ് യൂട്ടറസ് ഇവിടെ രണ്ടുമുണ്ട്. ഇവിടെ ഹൈപ്പർപ്ലേസിയ ഉണ്ട് ആൻഡ് ഓൾസോ ഹൈപ്പർട്രോഫി ഉണ്ട്. പക്ഷെ ഇവിടെ ഹൈപ്പർട്രോഫി ആണ് കൂടുതൽ. അത് അടുത്തതിൽ പറയേണ്ടതാണ്, എങ്കിലും ഞാൻ ഇവിടെ അങ്ങ് പറഞ്ഞു എന്ന് മാത്രം. സോ അതോർക്കുക, ഇൻ യൂട്രസ് വലുതാവുമ്പോൾ ഹൈപ്പർട്രോഫി ആണ് കൂടുതൽ, പ്രോമിനന്റ്. സോ പ്രോമിനന്റ് ഈസ് നോട്ട് ഹൈപ്പർപ്ലേസിയ, ഇറ്റ് ഈസ് ഹൈപ്പർട്രോഫി. അപ്പോൾ നമുക്ക് പാത്തോളജിക്കൽ റീസൺസ് നോക്കിക്കഴിഞ്ഞാൽ, വൺ എൻഡോമെട്രിയൽ ഹൈപ്പർപ്ലേസിയ ആർക്കാണ്? ഡ്യൂ ടു ഈസ്ട്രോജൻ എക്സസ്, ഈസ്ട്രോജൻ കൂടുന്നത് മൂലം. ഉദാഹരണത്തിന് പോസ്റ്റ് മെനോപോസൽ വുമൺ എന്ന് വെച്ചാൽ ആർത്തവ വിരാമ ശേഷമുള്ള സ്ത്രീകളിൽ അവരുടെ ഓവറീസിനകത്തുള്ള ഗ്രാനുലോസ സെൽസിൽ നിന്ന് കൂടുതലായിട്ട് ഇങ്ങനെ ഈസ്ട്രോജൻ റിലീസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ആൻഡ് ദിസ് ഈസ്ട്രോജൻ ക്യാൻ കോസ് എൻഡോമെട്രിയൽ തിക്കനിങ് ഉണ്ടാകുന്നു, ഹൈപ്പർപ്ലേസിയ ഉണ്ടാകും. സോ അതുകൊണ്ട് അവർക്ക് എക്സസീവ് ബ്ലീഡിംഗ് ഒക്കെ വരാം, എക്സസീവ് ബ്ലീഡിംഗ് അങ്ങനെയൊക്കെയുള്ള ചാൻസ് കൂടുന്നു. ആൻഡ് ദിസ് ഇസ് ക്യാൻസർ, ഭാവിയിൽ ക്യാൻസർ ആകാനുള്ള ഒരു സാധ്യത. രണ്ടാമത്തത് ബിനൈൻ പ്രോസ്റ്റാറ്റിക് ഹൈപ്പർപ്ലേസിയ ആണ്. പുരുഷന്മാരിൽ ഏറ്റവും കൂടുതലുള്ള ഒരു സംഭവമാണ്. പ്രോസ്റ്റാറ്റിക് സെൽസിനാണ്.
മെറ്റാസ്റ്റാറ്റിക് സെൽസിന് ഹൈപ്പർപ്ലേസിയ ഉണ്ടാകും. ഇത് ക്യാൻസർ ആകുന്നില്ല. മൂന്നാമത്തെ കേസ് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് മൂലമാണ്. HPV ഹ്യൂമൻ പാപ്പിലോമ വൈറസ് മൂലം ഇപ്പോൾ സ്കിന്നിലാണ്. സ്കിന്നിലെ എപ്പിഡെർമൽ സെൽസിന് ഹൈപ്പർപ്ലേസിയ ഉണ്ടായി കഴിഞ്ഞാൽ സ്കിൻ വാർഡ്സ് ഉണ്ടാവും. സോ ദിസ് ക്യാൻ കോസ് സ്കിൻ വാർഡ്സ്. സോ ഇത് ഈസ് അനദർ എക്സാമ്പിൾ ആണ്. നാലാമത്തത് ലിവർ നമ്മൾ മുറിച്ച് മാറ്റുകയാണെന്ന് വെച്ചാൽ കുറച്ച് ഭാഗം ലിവർ അങ്ങ് മുറിച്ച് മാറ്റി. സോ അപ്പോൾ മറ്റ് സെൽസ്, ലിവറിന്റെ മറ്റ് സെൽസ്, ഇവിടെയുള്ള സെൽസുകൾ കൂടുതൽ ഗ്രോത്ത് ഫാക്ടേഴ്സ് റിലീസ് ചെയ്യുന്നു. സോ ഇതുമൂലം റീജനറേഷൻ ഉണ്ടാകുന്നു. അല്ലെ, ലിവർ ക്യാൻ ഗ്രോ. ലിവർ വീണ്ടും വളർന്ന് ശരിയാവുന്നത് ദിസ് ഈസ് ഹൈപ്പർപ്ലേസിയയാണ്. ഇനി കിഡ്നി, 2 കിഡ്നി ഉണ്ട് നമുക്ക്, അതിൽ ഒരു കിഡ്നി മാറ്റുന്നു. 2 കിഡ്നിയിലെ ഒരു കിഡ്നി നമ്മൾ മുറിച്ച് മാറ്റിയാൽ, നെഫ്രക്ടമി ചെയ്താൽ, ഇപ്പോഴത്തെ കിഡ്നിയിൽ, മുറിച്ച് മാറ്റാത്ത കിഡ്നിയിൽ ഹൈപ്പർപ്ലേസിയ ഉണ്ടാകാം. സോ ഇതെല്ലാമാണ് എക്സാമ്പിൾസ് ഓഫ് പാത്തോളജിക്കൽ. ഇനി രണ്ടാമത്തത് ഹൈപ്പർട്രോഫിയാണ്. ട്രോഫി എന്ന് പറഞ്ഞാൽ, ട്രോഫി മീൻസ് സൈസ് എന്നാണ്. സോ ഇവിടെ ഇൻക്രീസ് ഇൻ സൈസ് ഓഫ് ദ സെൽ ആണ്, നമ്പർ അല്ല കൂടുക. ദർ ഈസ് നോ ഇൻക്രീസ് ഇൻ നമ്പർ. സോ ഇവിടെ അപ്പോൾ സൈസ് ഓഫ് ദ സെൽ കൂടുമ്പോൾ സൈസ് ഓഫ് ദ ഓർഗൻ, സൈസ് ഓഫ് ഓർഗനും കൂടും, അല്ലെ, ടിഷ്യൂ സൈസും കൂടുന്നു. സോ അപ്പോൾ ഡെഫിനിഷൻ, ഫസ്റ്റ് പോയിന്റ് ഡെഫിനിഷൻ ആണ്. സോ ഡെഫിനിഷൻ ഈസ് ഇൻക്രീസ് ഇൻ സൈസ് ഓഫ് സെൽസ് ലീഡിംഗ് ടു ഇൻക്രീസ്ഡ് സൈസ് ഓഫ് ഓർഗൻ. ഇതാണ് ഹൈപ്പർട്രോഫി എന്ന് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ് ഏതെല്ലാം സെൽസിൽ നടക്കാന്ന് വെച്ചാൽ 3 തരം സെല്ലുകളിൽ നടക്കാം. ദാറ്റ് ഈസ് പെർമനന്റ് സെല്ലിൽ നടക്കും, ലബൈൽ സെല്ലിൽ നടക്കും, ആൻഡ് ഓൾസോ ഇൻ സ്റ്റേബിൾ സെൽസ്. 3 തരം സെല്ലുകളിലും ഇത് നടക്കും. സോ പെർമനന്റ് സെൽ നമ്മൾ പറഞ്ഞത് ന്യൂറോൺ പറഞ്ഞു, കാർഡിയാക്. ഇവിടെ ഓൺലി ദിസ് ക്യാൻ കോസ് ഹൈപ്പർട്രോഫി മാത്രമേ ഉള്ളൂ എന്നാണ്. ഹൈപ്പർപ്ലേസിയ അവിടെ നടക്കുന്നില്ല എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇൻ പെർമനന്റ് സെൽസ് ഓൺലി ഹൈപ്പർട്രോഫി. അപ്പോൾ മൂന്നാമത്തെ പോയിന്റ് നമുക്ക് പറയേണ്ടത് എന്താണ് മെക്കാനിസം എന്ന് ചോദിച്ചാൽ, സെല്ലിനകത്ത് ഇൻ ദി സെൽ മോർ ട്രാൻസ്ക്രിപ്ഷണൽ ഫാക്ടേഴ്സ് കൂടുതലാണ്. സോ ഇപ്പോൾ ട്രാൻസ്ക്രിപ്ഷൻ കൂടുതൽ നടക്കുമ്പോൾ ട്രാൻസ്ലേഷൻ കൂടുതലായിരുന്നു, പ്രോട്ടീൻസ് കൂടുതലായി. പ്രോട്ടീൻസ് ആരുടെയാന്ന് വെച്ചാൽ സെല്ലുലാർ ഓർഗനല്ലേ. സെല്ലിന്റെ അകത്തുള്ള ഈ ഓർഗനല്ലേ എല്ലാം വർദ്ധിക്കുന്നതാണ് കാരണം. വെറുതെ സെല്ല് വീർക്കലല്ല. സെല്ലിനകത്തെ സ്ട്രക്ചറൽ കമ്പോണന്റ്, സെല്ലുലാർ പ്രോട്ടീൻ, സെൽ ബിക്കം മോർ തിക്കൻഡ് ആകുന്നു. സെല്ലുലാർ ഫൈബ്രിൽസ് ആർ മോർ. ഇതാണ് കൂടുതൽ മെക്കാനിസം, ഇതാണ്. അപ്പോൾ നാലാമത്തെ പോയിന്റ് നമുക്കൊരു പടമാണ് വേണ്ടത്. പിക്ചർ വരയ്ക്കുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെ വരയ്ക്കാം. 1, 2 സെല്ലുകൾ ഞാൻ വരച്ചു. ആൻഡ് ഹൈപ്പർട്രോഫി എന്ന് പറയുമ്പോഴത്തേക്കും സെൽ ഇങ്ങനെ വരയ്ക്കും. ഓക്കെ, സോ ദിസ് ഈസ് ഹൈപ്പർട്രോഫി സെൽ, നോർമൽ സെൽ, ഹൈപ്പർട്രോഫി. ഓക്കെ, അപ്പൊ അഞ്ചാമത്തെ പോയിന്റ് പറയേണ്ടത് എപ്പോഴൊക്കെ ഉണ്ടാകും എന്നുള്ളതാണ്. സോ ഇറ്റ് ക്യാൻ ബി ഫിസിയോളജിക്കൽ ഉണ്ടാകാം. അപ്പൊ അടുത്തത് പാത്തോളജിക്കൽ. ഫിസിയോളജിക്കൽ ആൻഡ് പാത്തോളജിക്കൽ. ഫിസിയോളജിക്കൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, പ്യൂബർട്ടി, പ്രഗ്നൻസി, ഈ സമയത്തൊക്കെ യൂട്രസിന്റെ സൈസ് വർദ്ധിക്കുന്നു എന്ന് പറഞ്ഞു. അവിടെ ഹൈപ്പർട്രോഫിയാണ് കൂടുതൽ, ഹൈപ്പർട്രോഫി മോർ ദാൻ ഹൈപ്പർപ്ലേസിയ എന്നാണ് നമ്മൾ പറഞ്ഞത്. പാത്തോളജിക്കൽ ഹൈപ്പർട്രോഫി ഓഫ് കാർഡിയാക് മസിലിന്റെ ഹൈപ്പർട്രോഫി നമ്മൾ ഫേമസ് കേട്ടിട്ടുണ്ട്. അതിൽ തന്നെ ലെഫ്റ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫി എന്നുള്ളതാണ് ഫേമസ് വാക്ക് തന്നെ. എപ്പോഴുണ്ടാകുന്നത് ഇൻ സിസ്റ്റമിക് ഹൈപ്പർ ടെൻഷൻ, BP കൂടുമ്പോൾ, അല്ലെങ്കിൽ അയോട്ടിക് സ്റ്റെനോസിസ്, അയോട്ടിക് വാൽവ്, ദെൻ അയോട്ടിക് വാൽവുലാർ ഡിസീസസ് വരുമ്പോൾ. സോ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നം വരുമ്പോഴത്തേക്കും ലെഫ്റ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫി ഉണ്ടാകും. ബ്ലഡ് പ്രഷർ കൂടിയാലും, അയോട്ടിക് സ്റ്റെനോസിസ് വന്നാലും, വാൽവ് പ്രശ്നം വന്നാലും, നമ്മുടെ ഹൃദയം ലെഫ്റ്റ് വെൻട്രിക്കിൾ ഇവിടെ നിന്നാണ് അയോട്ട പോകുന്നത്. ഇവിടെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇത് കൂടുതൽ ശക്തിയിൽ ഇടിക്കേണ്ടി വരും, അല്ലെങ്കിൽ അതിന് ശക്തി പ്രയോഗിക്കേണ്ടി വരും. കാരണം എന്നാൽ മാത്രമേ ബ്ലഡ് ഇങ്ങോട്ടേക്ക് തള്ളാനായിട്ട് പറ്റുകയുള്ളൂ. സോ അപ്പോൾ ലെഫ്റ്റ് വെൻട്രിക്കിളിന്റെ സൈസ് കൂടുമ്പോഴുള്ള സെൽ മാസ് വിൽ ബി ഇൻക്രീസ്. അതാണ് ലെഫ്റ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫി എന്ന് പറയും. ഇനി കൂടുതൽ എക്സസൈസ് ചെയ്യുന്ന ആൾക്കാരിൽ, എക്സസൈസ് ചെയ്യുമ്പോഴത്തേക്കും അത്ലറ്റ്സ്, അവരുടെ ബൈസെപ്സ്, ട്രൈസെപ്സ്, സോ ഇങ്ങനെയൊക്കെയുള്ള മസിൽസ് വലുതാവുന്നതും ഹൈപ്പർട്രോഫി ആണ്. അപ്പോൾ ഇത് സ്കെലിറ്റൽ മസിൽസിന്റെ ഹൈപ്പർട്രോഫി ആണ്. ഇത് കാർഡിയാക് മസിലാണ്. അപ്പോൾ സ്മൂത്ത് മസിലിന് ഇല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇൻ സ്മൂത്ത് മസിൽസ്, ഉദാഹരണം കാർഡിയാക്, അക്കലേഷ്യ, ഇത് നടക്കുന്നത് ഈസോഫാഗസിലാണ്. ഈസോഫാഗസ് നമ്മളിപ്പോൾ ഒന്ന് വരയ്ക്കുകയാണെങ്കിൽ ഇത് ഈസോഫാഗസ് ആണ്, ഇത് സ്റ്റൊമക് ആണ്. ഇവിടെ ഒരു സ്ഫിങ്ക്റ്റർ ഉണ്ട് എന്ന് നമുക്കറിയാം. ലോവർ ഈസോഫാഗൽ സ്ഫിങ്ക്റ്റർ ആണ്. സോ ഇവിടെ ഈ സ്ഫിങ്ക്റ്റർ ഇത്തിരി കട്ടിയാണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഫുഡ് പോകാൻ ബുദ്ധിമുട്ടി കഴിഞ്ഞാൽ ഇവിടെയുള്ള സെൽസിന് ഹൈപ്പർട്രോഫി, അതാണ് കാർഡിയാക് അക്കലേഷ്യ എന്ന് പറയും. ഇനി സ്മൂത്ത് മസിൽസ് വേറെ എക്സാമ്പിൾ ആർട്ടറീസിലാണ്. ബിഗർ ആർട്ടറീസ്, വലിയ ആർട്ടറീസിലെ സ്മൂത്ത് മസിൽ BP കൂടിക്കഴിഞ്ഞാൽ, ഹൈപ്പർ ടെൻഷൻ വന്നു കഴിയുമ്പോഴത്തേക്കും അവിടെയുള്ള സെൽസും ഹൈപ്പർട്രോഫി ഉണ്ടാകാം. മൂന്നാമത്തെ അഡാപ്റ്റീവ് ചേഞ്ച് ഈസ് അട്രോഫി ആണ്, അട്രോപിക് ചേഞ്ച് ആണ്. സോ ഇവിടെ സൈസ്, ട്രോഫി എന്ന് വെച്ചാൽ സൈസ് ആണ്. സൈസ് ഈസ് ഡിക്രീസ്, സൈസ് മാത്രമല്ല, ആൻഡ് ഓൾസോ നമ്പർ ഓഫ് സെൽസ് ആർ ഓൾസോ ഡിക്രീസ്. 2 കാര്യങ്ങൾ ഡിക്രീസ്, ബോത്ത് സൈസ് ആൻഡ് നമ്പർ ഓഫ് സെൽസ് ആർ ഡിക്രീസ്ഡ് ആണ് ട്രോഫി. സോ
ടിഷ്യൂവിന്റെ അല്ലെങ്കിൽ ഓർഗന്റെ സൈസ് അപ്പോൾ കുറയില്ലേ? കുറയും. സോ റെഡ്യൂസ്ഡ് ഓർ ഡിക്രീസ്ഡ് സൈസ് ഓഫ് ദ ടിഷ്യൂ ബിക്കോസ് ബോത്ത് സൈസ് ആൻഡ് നമ്പർ ഓഫ് ദ സെൽസ് ആർ ഡിക്രീസ്ഡ് ആണ് എന്ത് അട്രോഫി എന്ന് പറയാം. സോ ദ ഓർഗൻ ഈസ് സ്മോളർ ദാൻ നോർമൽ. ഓർഗൻ അപ്പോൾ ചെറുതായിരിക്കും, ഫംഗ്ഷൻ നടക്കുന്നുണ്ടായിരിക്കും. സോ അപ്പോൾ പടം നമ്മൾ എങ്ങനെ വരയ്ക്കുന്നു വെച്ചാൽ ഇങ്ങനെ 4 സെൽ വരയ്ക്കാം. 4 സെല്ലുകൾ ഏകദേശം ഒരേ സൈസിൽ വരച്ചു. അത് നമ്പറും കുറഞ്ഞു, സൈസും കുറഞ്ഞു. സോ ഇത് അട്രോഫിയാണ്, ഇത് നോർമൽ ആണ്. അപ്പൊ മൂന്നാമത്തെ പോയിന്റ് മെക്കാനിസം ആണ് പറയേണ്ടത്. മെക്കാനിസം, ദർ ഈസ് റിഡക്ഷൻ ഇൻ സെൽ ഓർഗനല്ലേ. സെല്ലിനകത്തുള്ള ഓർഗനല്ലേ, ഇതിനകത്തുള്ള ഓർഗനല്ലേ എല്ലാം കുറയുന്നു. മൈറ്റോകോൺട്രിയ കുറയും, മയോഫിലമെന്റ്സ് കുറയും, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലംസ് എല്ലാം കുറയുന്നു. ബിക്കോസ് ദർ ഈസ് ഇൻക്രീസ് ഇൻ യൂബിക്വിറ്റിൻ പ്രോട്ടിയോസോം ഡീഗ്രഡേഷൻ പാത്വേ ഈസ് ആക്ടിവേറ്റഡ് ആണ്. സോ സെൽസിലെ ഓർഗനല്ലേ എല്ലാം നശിപ്പിക്കുന്ന, വേണ്ടാത്ത എല്ലാം കളയുന്ന ഈ യൂബിക്വിറ്റിൻ പ്രോട്ടിയോസോം ഡീഗ്രഡേഷൻ പാത്വേ ആക്ടിവേറ്റഡ് ആവുന്നുണ്ട്. ഓട്ടോഫാഗിക് വാക്യൂൾസ് എല്ലാം എണ്ണം കൂടി സെല്ലിനകത്തുള്ള ഓർഗനല്ലയുടെ എല്ലാത്തിന്റെയും എണ്ണം കുറവ് വരുന്നു. അതുകൊണ്ടാണ് സെല്ലുകൾ ചെറുതാകുന്നത്, നമ്പർ കുറയുന്നത്, മൈറ്റോസിസും കുറയുന്നു. ഇവിടെയും 2 റീസൺസ് ഉണ്ട്. ഒന്ന് ഫിസിയോളജിക്കൽ ആണ്, രണ്ടാമത്തത് പാത്തോളജിക്കൽ റീസൺ ആണ്. ഫിസിയോളജിക്കൽ റീസൺസ് ഇപ്പൊ എക്സാമ്പിൾ ധാരാളമുണ്ട്. ഒന്ന് തൈമസ് ഗ്ലാൻഡ് ആണ്. തൈമസ് ഗ്ലാൻഡ് നമ്മൾ അഡൽട്ട്ഹുഡ് ആകുമ്പോഴത്തേക്കും അത് ഇൻവല്യൂട്ട് ചെയ്യുന്നു, നശിക്കുന്നു. ഗൊണാഡ്സ് ഇൻ ഫീമെയിൽസ്, പ്രത്യേകിച്ച് മെനോപോസിന് ശേഷം ആഫ്റ്റർ മെനോപോസ് അവരുടെ ഗൊണാഡ്സ് ഇൻവല്യൂട്ട് ചെയ്യുന്നു, നശിക്കുന്നു. ദെൻ യൂട്ടറസ് ജസ്റ്റ് ആഫ്റ്റർ ഡെലിവറി അല്ലെങ്കിൽ ലേബർ ഓർ പാർച്ചുറേഷന് ശേഷം യൂട്ടറസ് വിൽ ബിക്കം. ദെൻ ലിംഫോയിഡ് ഓർഗൻസ്, ബ്രെയിൻ എക്സെട്ര. ഇതൊക്കെ വയസ്സാവും തോറും ഏജിങ് മൂലവും ഇത് കുറയാം. പിന്നെ പത്തോഫിസിയോളജി കാരണങ്ങൾ കൊണ്ടും ഉണ്ടാകാം. പാത്തോളജിക്കൽ റീസൺസ് ഒരുപാട് എക്സാമ്പിൾ ഉണ്ട്. വൺ ഈസ് മാൽന്യൂട്രീഷൻ ഓർ സ്റ്റാർവേഷൻ അട്രോഫിയാണ്. ജനറൽ കാറ്റബോളിസം ഉണ്ടാകും, ഇനഫ് ന്യൂട്രിയൻസ് കിട്ടുന്നില്ല. അപ്പൊ നമ്മൾ പറയാ കാച്ചക്സിയ എന്ന ജനറൽ വീക്ക്നെസ്, അനീമിയ ഒക്കെ ഉണ്ടാകും. സോ ടെർമിനലി ഇൽ പേഷ്യൻസ്, ക്യാൻസറസ് പേഷ്യൻസ്, സീരിയസ്ലി ഇൽ പേഷ്യൻസ്, സോ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് കാറ്റക്സിയ ബിക്കോസ് ഓഫ് മാൽന്യൂട്രീഷൻ ഓർ ഇങ്ങനെയുള്ള അട്രോഫി മൂലമാണ്. രണ്ടാമത്തത് ഇഷ്കീമിക് ആണ്. ഇഷ്കീമിക് അട്രോഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭാഗത്തേക്ക് ബ്ലഡ് ഫ്ലോ ഇപ്പോൾ കുറവാണെന്ന് വിചാരിക്കുക. ഇത് ഇങ്ങനെ ബ്ലഡ് വരുന്നു, അത് കിഡ്നിയിലേക്കാണെന്ന് വിചാരിക്കുക, ഇങ്ങോട്ടേക്കും പോകുന്നുണ്ടല്ലോ. ഇവിടെ എന്തെങ്കിലും തടസ്സമുണ്ട്, അത്തീറോസ്ക്ലീറോട്ടിക് ലീഷൻ ഉണ്ടെങ്കിൽ ഈ കിഡ്നി ചെറുതാവുകയാണ്, ബ്ലഡ് ഫ്ലോ കുറയുന്നു. അപ്പോൾ ദാറ്റ് ഈസ് ഇഷ്കീമിക് അട്രോഫി ആണ്. മൂന്നാമത്തത് ഡീനർവേഷൻ ഓർ ന്യൂറോപ്പതിക് അട്രോഫി ആണ് അടുത്തത്. ഉദാഹരണം ഇത് പറയാൻ പോളിയോയിലാണ്. പോളിയോമൈലൈറ്റിസ് ബാധിച്ച ആൾക്കാരിൽ ആൽഫ മോട്ടോർ ന്യൂറോണിന്റെ ആക്ഷൻ കുറയുന്നു. സോ ആ ഭാഗം ഏത് ഭാഗത്താണോ സംഭവിച്ചത്, ഇപ്പൊ കാലിനാണെങ്കിൽ ആ ഭാഗത്തുള്ള സംഭവങ്ങളൊക്കെ അട്രോഫി സംഭവിക്കുന്നു. നാലാമത്തെ ഉദാഹരണം വേസ്റ്റിംഗ് ആണ്. വേസ്റ്റിംഗ് ഓർ ഡിസ്യൂസ് അട്രോഫി എന്ന് നമ്മൾ പറയും. ഇപ്പൊ നമ്മളൊരു ആക്സിഡന്റ് ഒക്കെ ആയിട്ട് കിടക്കുകയാണ്, ശരീരത്തിന്റെ ഒരു ഭാഗം ഉപയോഗിക്കുന്നില്ല, അത് അങ്ങനെ അനക്കാതെ വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ഭാഗത്തെ മസിൽസ് എല്ലാം വീക്ക് ആകും. അതാണ് നമ്മൾ ഡിസ്യൂസ് ഓർ വേസ്റ്റിംഗ് അട്രോഫി എന്ന് പറയും. അഞ്ചാമത്തത് എൻഡോക്രൈൻ അട്രോഫിയാണ്. എൻഡോക്രൈൻ അട്രോഫി ഉദാഹരണത്തിന് നമ്മുടെ പിറ്റ്യൂട്ടറി വർക്ക് ചെയ്യുന്നില്ല, വീക്കനാണ്, ഹൈപ്പോ പിറ്റ്യൂട്ടറിസം ഉണ്ട് എങ്കിൽ പിറ്റ്യൂട്ടറിയിൽ നിന്ന് പോകുന്ന ACTH പോകുമോ? ഇല്ല. അപ്പോഴത്തേക്കും അഡ്രീനൽ ഗ്ലാൻഡ് അട്രോഫി ഉണ്ടാകും. ദെൻ TSH പോകുമോ? ഇല്ല. അപ്പോഴത്തേക്കും നമ്മുടെ തൈറോയ്ഡ് ഗ്ലാൻഡിന് അട്രോഫി ഉണ്ടാകും. FSH, LH അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ പോകുന്നില്ലെങ്കിൽ ഫീമെയിലിലോ മെയിൽസിലോ ഒക്കെ അവരെ ഗൊണാഡൽ അട്രോഫി ഉണ്ടാകും. ഇനി ഒരെണ്ണം ആറാമത്തെ നമുക്ക് പ്രഷർ അട്രോഫിയാണ്. പ്രഷർ അട്രോഫി ഉദാഹരണം മെനിഞ്ചിയോമയിലാണ്. മെനിഞ്ചിയോമ ഒക്കെ വന്നു കഴിയുമ്പോൾ സ്കൾ, അവിടെയുള്ള സ്കളിന്റെ ആ ബോൺ ഇറോഡഡ് ആകും, ഇറോഷൻ. സോ ഇതെല്ലാമാണ് എക്സാമ്പിൾസ്. ഇനി അടുത്തത് മെറ്റാപ്ലാസിയ ആണ്. ഇവിടെ ഇത്ര നേരം പറഞ്ഞ പോലെ അല്ല കാര്യങ്ങൾ. ഒരു ടൈപ്പ് ഓഫ് സെൽസ്, വൺ ടൈപ്പ് ഓഫ് സെൽസ് മാറി അവിടെ വേറൊരു സെൽസ് ആവുകയാണ്. സോ ഇപ്പൊ ഉദാഹരണം ഇവിടെ സ്ക്വാമസ് സെൽസ് ആയിരുന്നു എന്ന് വിചാരിക്കുക, അത് മാറി മറ്റൊരു ടൈപ്പ്, ഉദാഹരണം കോളുംനാർ ടൈപ്പ് ഓഫ് സെൽസ് ആയിട്ട് മാറുകയാണ്. ആൻഡ് ഇതും ടെമ്പററി ആണ്, പെർമനന്റ് ഒന്നുമല്ല, റിവേഴ്സിബിൾ തന്നെയാണ്. സോ അപ്പൊ ഇതിന്റെ പേര് നമ്മൾ പറയുക ഏത് തരം സെൽസ് ആണോ ഉണ്ടായിട്ട് മാറുന്നത്. ഇപ്പൊ സ്ക്വാമസ് ആയിരുന്നു, അത് കോളുംനാർ ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതിന്റെ പേര് കോളുംനാർ മെറ്റാപ്ലാസിയ എന്നായിരിക്കും നമ്മൾ അതിനെ വിളിക്കും. കോളുംനാർ ആയിരുന്നു, അത് സ്ക്വാമസ് ആയിട്ട് മാറുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി സ്ക്വാമസ് മെറ്റാപ്ലാസിയ എന്ന് നമ്മൾ വിളിക്കും. അപ്പൊ നമുക്ക് ഇതിന്റെ പടം വരയ്ക്കുകയാണെങ്കിൽ ഇത് സ്ക്വാമസ് സെല്ലാണ്, ഇതും സ്ക്വാമസ് സെല്ലായിരുന്നു, ഇത് മാറി കോളുംനാർ മെറ്റാപ്ലാസിയ ആണെങ്കിൽ ഇങ്ങനെയുള്ളത്. അപ്പൊ നമുക്ക് പടം ഇതാണ്, ഇതിന്റെ പേര് എഴുതേണ്ടത് കോളുംനാർ മെറ്റാപ്ലാസിയ, കോളുംനാർ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ സ്ക്വാമസ് മെറ്റാപ്ലാസിയ എന്ന് എഴുതാം. സോ ഇത് ഫസ്റ്റ് പോയിന്റ്, പടം രണ്ടാമത്തെ പോയിന്റ്. അപ്പൊ മൂന്നാമത്തെ പോയിന്റിന്റെ മെക്കാനിസം എന്താണ്? മെക്കാനിസം ഇവിടെ ആക്ച്വലി സ്റ്റെം സെൽസ് റീപ്രോഗ്രാമിംഗ് ആണ്. സ്റ്റെം സെൽ റീപ്രോഗ്രാമിംഗ് ആണ് നടക്കുക. ഈ സ്ക്വാമസ് സെൽ, ഇങ്ങനെയുള്ള സ്ക്വാമസ് സെൽ ഇങ്ങനെ മാറി ഇങ്ങനെ ആയിട്ട് മാറുകയല്ല, അങ്ങനെ
അങ്ങനെ ഒരിക്കലും സംഭവിക്കുന്നില്ല. നോ ഫിനോടൈപ്പിക് ചേഞ്ച് ഇൻ സെൽ ഒക്കേഴ്സ്. ഇവിടെ സ്ക്വാമസ് സെല്ലിന് പകരം കൂടുതലായിട്ട് കോളുമിനാർ സെൽസ് ഉണ്ടായി വന്ന് പിന്നെ ആ ഏരിയയിൽ കൂടുതൽ കോളുമിനാർ സെൽസ് ആയിട്ട് മാറുകയാണ്. അല്ലാതെ ഉള്ള സ്ക്വാമസ് സെൽസ് എല്ലാം കോളുമിനാർ സെൽസ് ആയിട്ട് മാറുകയല്ല സംഭവിക്കുക. സോ പുതിയ തരം സ്റ്റെം സെൽസ് ലൈനിങ് അവിടെ ഉണ്ടാവുകയാണ്. അതിനെയാണ് നമ്മൾ സ്റ്റെം സെൽസ് റീപ്രോഗ്രാമിംഗ് എന്ന് നമ്മൾ വിളിക്കുക. അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഞാനിത് ലങ്സിന്റെ ഇവിടെ വരികയാണെങ്കിൽ, ഓക്കെ, ഇത് ലങ്സ് ആണെങ്കിൽ ഇവിടെ സാധാരണ രീതിയിൽ കോളുമിനാർ സെൽസ് ആണ്, സ്യൂഡോ സ്ട്രാറ്റിഫൈഡ് കോളുമിനാർ സെൽസ് ആണ് ഉള്ളത്. പക്ഷേ പുകവലിക്കുന്ന ആൾക്കാരിൽ ക്രോണിക് സ്മോക്ക് ഒരു സീരിയസ് സ്ട്രെസ് ആണല്ലോ. സ്ട്രെസ് വന്നു കഴിയുമ്പോഴത്തേക്കും ഇത് മാറി ദാറ്റ് വിൽ ബിക്കം ഇങ്ങനെ സ്ക്വാമസ് ടൈപ്പ് ഓഫ് സെൽസ് ആയിട്ട് മാറുകയാണെങ്കിൽ സോ ഇറ്റ്സ് എ സ്ക്വാമസ് മെറ്റാപ്ലാസിയ ഓഫ് ദ ലങ് എന്ന് നമുക്ക് വിളിക്കാം. ഇനി മറ്റൊരു ഉദാഹരണം എൻഡോ സെർവിക്സ് ആണ്. ഇത് യൂട്രസ് ആണെന്ന് വിചാരിക്കുക. ദെൻ ഇത് സെർവിക്സ് ആണ്, ഇതും സെർവിക്സ് തന്നെയാണ്, ഇത് വജൈനയാണെന്ന് വിചാരിക്കും. ഓക്കെ, ഇവിടെ എൻഡോ സെർവിക്സ് എന്ന് വെച്ചാൽ ഇവിടെയാണ്. ഇവിടെ സാധാരണ ഇവിടെ കോളുമിനാർ ടൈപ്പ് ഓഫ് സെൽസ് ആണ്, കോളുമിനാർ ടൈപ്പ് ഓഫ് സെൽസ്. യൂട്രസ് ഇങ്ങനെ ഇവിടെ ഈ സംഭവങ്ങൾ ലിഗമെന്റ് ഒക്കെ പൊട്ടി ഇതിങ്ങനെ പ്രൊലാപ്സ് ഇങ്ങോട്ടേക്ക് തള്ളി വരികയാണെങ്കിൽ ഈ സെൽസ് വിൽ ബിക്കം സ്ക്വാമസ് ആയിട്ട് മാറും. സോ സ്ക്വാമസ് ആയിട്ട് മാറുകയാണെങ്കിൽ അപ്പോൾ സ്ക്വാമസ് മെറ്റാപ്ലാസിയ ഓഫ് ദ എൻഡോ സെർവിക്സ് ഉണ്ടാകും. ഇനി ഉണ്ടാകുന്നത് ഇപ്പോൾ ഗോൾ ബ്ലാഡറിൽ എങ്ങനെ ഉണ്ടാകാം, പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിലൊക്കെ ഇങ്ങനെയുള്ള സ്ക്വാമസ് മെറ്റാപ്ലാസിയ ഉണ്ടാകാം. പക്ഷെ ഇവിടെ ഇത് നമ്മൾ എക്ടോ സെർവിക്സ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ എക്സ്റ്റേണൽ സെർവിക്സ് ആണ്, ഇത് വജൈനൽ ഭാഗമാണ്. സോ ഇവിടെ നോർമലായിട്ട് ഉണ്ടാകുന്നത് സ്ക്വാമസ് സെൽസ് ആണ്. ഇവിടെ സ്ക്വാമസ് സെൽസ് ആണെങ്കിൽ അത് മാറി ഇവിടെ കോളുമിനാർ ടൈപ്പ് ഓഫ് സെൽസ് ഉണ്ടാകുകയാണെങ്കിൽ അത് അപ്പം എന്താണ്, കോളുമിനാർ മെറ്റാപ്ലാസിയ, HPV വൈറസോ അങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ മൂലമായിരിക്കാം. ഇനി അനദർ എക്സാമ്പിൾ ബാരറ്റ്സ് ഈസോഫാഗസ് ആണ്. നമ്മൾ നേരത്തെ വരച്ചു ഈസോഫാഗസ് ഇതാണ്. ദെൻ ഇത് സ്റ്റൊമക്ക് ആണെങ്കിൽ ഇവിടെ ലോവർ ഈസോഫാഗൽ സ്ഫിങ്ക്ടർ ഉണ്ടെന്ന് പറഞ്ഞു, ഇവിടെ ആസിഡ് ഉണ്ട്. അപ്പൊ ഇതിനെന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെന്ന് വെച്ചാൽ ഇത് കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നില്ല. സോ ഇൻ GRD ഇവിടെ നല്ല ഈ ആസിഡ് ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടേയിരിക്കും അല്ലെ, റിഫ്ലക്സ് ഓർ റീഗർജിറ്റേഷൻ ഓഫ് ആസിഡ്സ്. സോ ഇത് സാധാരണ രീതിയിൽ സ്ക്വാമസ് സെൽസ് ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇത് വരുമ്പോഴത്തേക്കും ഇതിനെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് ദിസ് ഏരിയ ഇവിടെ ഇൻഡസ്റ്റൈനിൽ ഉള്ള കോളുമിനാർ സെൽസ് വിത്ത് ഗോബ്ലെറ്റ് സെൽസ് ഉണ്ടാകുന്നു. സോ ദിസ് ഇസ് എ കോളുമിനാർ മെറ്റാപ്ലാസിയ ആണ്. ഇനി സ്മോക്കർ ഫീമെയിൽ ഉണ്ടാകുന്ന ഒരു എക്സാമ്പിൾ ആണ് SMOL, സ്മോൾഡ് ഡസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ മയോസൈറ്റിസ്, MYOസൈറ്റിസ്, ഓസിഫിക്കൻസ് എന്ന് വെച്ചാൽ മസിൽസിനകത്തൊക്കെ ചില എല്ലുകളുടെ തരി പോലെ ഉണ്ടാകുന്നതാണ്. സോ ഇറ്റ്സ് അനദർ എക്സാമ്പിൾ. ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം, മെറ്റാപ്ലാസിയ ഉണ്ടാക്കാൻ ഏതെങ്കിലും വൈറ്റമിൻ്റെ ഡെഫിഷ്യൻസി മൂലം പറ്റുമോ എന്ന് വെച്ചാൽ വിച്ച് വൈറ്റമിൻ ഡെഫിഷ്യൻസി ക്യാൻ കോസ് മെറ്റാപ്ലാസിയ എന്ന് വെച്ചാൽ ദാറ്റ് ആൻസർ ഈസ് വൈറ്റമിൻ A ആണ്. വൈറ്റമിൻ A ഡെഫിഷ്യൻസി ക്യാൻ കോസ് മെറ്റാപ്ലാസിയ. ഇനി ലാസ്റ്റത്തെ ഡിസ്പ്ലേസിയ ആണ്. ഇതൊരു സെല്ലുലാർ അഡാപ്റ്റേഷൻ എന്ന് പറയാനായിട്ട് പറ്റില്ല, പറയാമെങ്കിലും ഇത് അത്ര ക്ലിയർ അല്ല. ഇതൊരു പ്രീ ക്യാൻസറസ് കണ്ടീഷൻ ആണ്. സെല്ലുലാർ ഡിസ്പ്ലേസിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെല്ലിന്റെ ജനറൽ നേച്ചർ മാറി അല്ലെങ്കിൽ സെല്ലുലാർ ഡിഫറൻസിയേഷൻ, സെൽ ഡിഫറൻസിയേഷൻ ഇല്ലാതെ വരുന്ന കണ്ടീഷനാണ്. ദാറ്റ് ലീഡ്സ് ടു അനാപ്ലാസിയ എന്നുള്ളൊരു കണ്ടീഷൻസിലേക്ക് പോകുന്ന സ്റ്റേറ്റ് ആണ്. ഇതിലൊരു 10-15 പോയിന്റ്സ് ഉണ്ട്. 1. ഇൻക്രീസ്ഡ് നമ്പർ ഓഫ് സെൽ ലെയേഴ്സിന്റെ എണ്ണം കൂടുക, ഡിസോർഡർലി അറേഞ്ച്മെന്റ് ഓഫ് സെൽസ്, ലോസ് ഓഫ് സെല്ലുലാർ പൊളാരിറ്റി, ദെൻ സെൽ ടു സൈറ്റോപ്ലാസം ടു ന്യൂക്ലിയസ് റേഷ്യോ വർദ്ധിക്കുക, പ്ലിയോമോർഫിക് ചേഞ്ചസ് ഇൻ സെൽസ് ആൻഡ് ഓൾസോ ഇൻ ദ ന്യൂക്ലിയസിനകത്ത് ക്രോമാറ്റിൻ കൂടുന്നുണ്ട്, ന്യൂക്ലിയർ ഹൈപ്പർ ക്രോമാറ്റിസം, ഇൻക്രീസ്ഡ് മൈറ്റോട്ടിക് സ്പിൻഡിൽസ്, ഇങ്ങനെയൊക്കെയുള്ള കുറെ പോയിന്റ്സുകൾ ഉണ്ട്. ഈ പോയിന്റ്സുകളെല്ലാം തന്നെ ഞാൻ ബിനൈൻ വേഴ്സസ് മെറ്റാസ്റ്റാറ്റിക് ക്യാൻസർ എന്നുള്ള വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പടം വരച്ച് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇപ്പൊ പടം വരയ്ക്കണമെങ്കിൽ ഇപ്പൊ കുറച്ച് സെൽസ്, നോർമൽ സെൽസ് ഇങ്ങനെ വരച്ചാൽ ഇവിടെ നമുക്ക് അബ്നോർമലായിട്ട് പലതരം സെല്ലുകൾ വരയ്ക്കേണ്ടി വരും. ആൻഡ് ഇതിന്റെ ന്യൂക്ലിയസ് ഒക്കെ വലുതായിട്ടും വരയ്ക്കേണ്ടി. ഇങ്ങനെയൊക്കെ വരയ്ക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഡിസ്പ്ലേസിയയാണ്. സോ ഇവിടെ സംഭവിക്കുന്നത് ഡിഫറൻസിയേഷൻ ഈസ് ലോസ്റ്റ് എന്നുള്ളതാണ്. ഒരു സെല്ലിന് ഞാൻ എന്തൊരു സെല്ലായിരുന്നു എന്നുള്ള കാര്യം തന്നെ വിട്ടുപോകുന്ന അവസ്ഥയാണ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് സെല്ലുലാർ അഡാപ്റ്റേഷൻസ്. താങ്ക് യു ഫോർ വാച്ചിങ്.